നമസ്കാരം. എല്ലാവർക്കും മധുസ് ടെക്കിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ രജിസ്റ്ററുകളെ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്, സമാന്തരമായിട്ടും ശ്രേണിയായിട്ടും എങ്ങനെ കണക്ട് ചെയ്യാം, അതിൻ്റെ ഒന്നിച്ച് വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം എന്നൊക്കെ മനസ്സിലാക്കി. ഇന്ന് നമ്മൾ വിവിധ തരം രജിസ്റ്ററുകളെ പരിചയപ്പെടുന്നതാണ്. കൂടാതെ രജിസ്റ്ററിൻ്റെ കളർ കോഡ് നോക്കിയിട്ട് അതിൻ്റെ വാല്യൂ എങ്ങനെയാണ് കണ്ടെത്തുന്നത് എന്ന് കൂടി നമ്മളിന്ന് പഠിക്കുന്നതാണ്. ഒരു സർക്യൂട്ടിൽ റെസിസ്റ്റൻസ് ഏർപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ രജിസ്റ്ററുകൾ ഉപയോഗിക്കുന്നത്. ഈ രജിസ്റ്ററുകൾ പ്രധാനമായിട്ട് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് ഫിക്സഡ് വാല്യൂ ഉള്ള രജിസ്റ്ററുകൾ, അതിൻ്റെ വാല്യൂ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. രണ്ടാമത്തത് വേരിയബിൾ രജിസ്റ്റർ, അതിൻ്റെ വാല്യൂ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇന്ന് നമുക്ക് ഈ രണ്ട് തരത്തിലുള്ള രജിസ്റ്ററുകളെയും പരിചയപ്പെടാം. ആദ്യമായിട്ട് നമുക്ക് വേരിയബിൾ രജിസ്റ്ററിനെ നോക്കാം. ഇത് ഒരു വേരിയബിൾ രജിസ്റ്ററാണ്. ഇതിൻ്റെ പേര് പൊട്ടൻഷ്യോമീറ്റർ എന്നാണ്. ഇതിൽ നമുക്ക് ഇതിൻ്റെ ഇവിടെയുള്ളൊരു ഷമ്മ തിരിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ റെസിസ്റ്റൻസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, മാറ്റാൻ പറ്റും. അതുകൊണ്ട് ഇതൊരു വേരിയബിൾ രജിസ്റ്ററാണ്. അതുപോലെ ഇതും ഒരു വേരിയബിൾ രജിസ്റ്ററാണ്. ഇതിനെ ട്രിം പോട്ട് എന്ന് പറയും. ഈ രജിസ്റ്ററിന് നടുക്കിൽ ഇവിടെ ഒരു സ്ക്രൂ പോലൊരു ഇത് കാണാൻ പറ്റും. അതിലൊരു സ്ക്രൂ ഡ്രൈവർ ഇട്ട് തിരിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ വാല്യൂ വ്യത്യാസപ്പെടുത്താൻ പറ്റും. ഇവിടെ ഈ സ്ക്രൂ ഡ്രൈവർ ഇങ്ങോട്ട് ഇതിങ്ങനെ തിരിച്ചാൽ അതിൻ്റെ വാല്യൂ മാറും, വ്യത്യാസപ്പെടും. അതുപോലെ ഇത് മറ്റൊരു ട്രിം പോട്ടാണ്. ഇതിൽ നമുക്ക് ഇതിൻ്റെ റെസിസ്റ്റൻസ് വ്യത്യാസപ്പെടുത്താൻ ഇവിടെയുള്ള ഈ സ്ക്രൂ തിരിച്ചാൽ മതി. ഈ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് തിരിച്ചാൽ ഇതിൻ്റെ റെസിസ്റ്റൻസ് വ്യത്യാസപ്പെടും. അതുപോലെ തന്നെ ഇത് മറ്റൊരു വേരിയബിൾ റെസിസ്റ്റൻസ് ആണ്. ഇതിന് പ്രീസെറ്റ് എന്ന് പറയും. ഇതിൽ നമുക്ക് ഈ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് ഇവിടെ ഇങ്ങനെ തിരിച്ചിട്ട് ഇതിൻ്റെ വാല്യൂ വ്യത്യാസപ്പെടുത്താൻ കഴിയും. ഇതൊക്കെ ഈ നാലെണ്ണം വേരിയബിൾ രജിസ്റ്ററുകളാണ്. അടുത്തതായിട്ട് നമുക്ക് ഫിക്സഡ് രജിസ്റ്ററുകളെ കുറിച്ച് പഠിക്കാം. ഇത് ഒരു ഫിക്സഡ് രജിസ്റ്ററാണ്. ഇത് 1 ohm 5 watt പവറുള്ള ഒരു രജിസ്റ്ററാണിത്. ഇതിൻ്റെ റെസിസ്റ്റൻസ് നമുക്ക് വ്യത്യാസപ്പെടുത്താൻ കഴിയില്ല. ഇതുപോലെ തന്നെ ഇത് മറ്റൊരു ഫിക്സഡ് രജിസ്റ്ററാണ്. ഇത് 1 ohm 2 watt ഉള്ളൊരു രജിസ്റ്ററാണിത്. ഇനി ഇത് ഒരു വയർ ബൗണ്ട് രജിസ്റ്ററാണ്. വയർ ഇങ്ങനെ വൈൻഡ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഒരു കോട്ടിങ് കൊടുത്ത് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു രജിസ്റ്ററാണിത്. ഇതിന് വയർ ബൗണ്ട് രജിസ്റ്റർ എന്ന് പറയും. ഇതിന് പവർ വളരെ കൂടുതലാണ്. ഇത് 10 watts ഒക്കെ ഉള്ള രജിസ്റ്ററുകളാണ് ഇങ്ങനെ വയർ ബൗണ്ട് രജിസ്റ്ററുകളായിട്ട് വരുന്നത്. ഇതും ഒരു ഫിക്സഡ് രജിസ്റ്ററാണ്. ഇതിൻ്റെ പവർ 1 watt ആണ്. അതുപോലെ ഇത് മറ്റൊരു ഫിക്സഡ് രജിസ്റ്ററാണ്. ഇതിൻ്റെ പവർ 1/2 watt ആണ്. അത് കൂടാതെ കുറച്ച് ചെറിയൊരു രജിസ്റ്റർ ഇവിടെ കാണാൻ നിങ്ങൾക്ക്. ഇതിൻ്റെ വാട്ടേജ് 1/4 ആണ്. 1/4 watts ആണ് ഇതിൻ്റെ പവർ. ഇത് മറ്റൊരു തരം രജിസ്റ്ററാണ്. ഇതിന് തെർമിസ്റ്റർ എന്ന് പറയും. രണ്ട് തരം തെർമിസ്റ്റർ ഉണ്ട്. പോസിറ്റീവ് ടെമ്പറേച്ചർ വേരിയബിൾ ആവുന്ന, ഇത് ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസ് കൂടുന്ന തെർമിസ്റ്ററുകളുണ്ട്. കൂടാതെ റെസിസ്റ്റർ കുറയുമ്പോൾ ടെമ്പറേച്ചർ കുറയുന്ന തെർമിസ്റ്ററുകളും ഉണ്ട്. ഇതിപ്പോൾ ഒരു നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് തെർമിസ്റ്ററാണ്. അതുപോലെ ഇത് ലൈറ്റ് ഡിപ്പെൻഡൻറ്റ് രജിസ്റ്ററാണ്. ഇതിൽ ഈ ഭാഗത്ത് പ്രകാശം പതിക്കുന്നതിനനുസരിച്ച് അതിൻ്റെ റെസിസ്റ്റൻസ് മാറിക്കൊണ്ടിരിക്കും. ഇത് മറ്റൊരു തരം രജിസ്റ്ററാണ്. ഇതിന് വാരിസ്റ്റർ എന്ന് പറയും. ഇത് സർക്യൂട്ടിലെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്ന ഒരു തരം രജിസ്റ്ററാണിത്. ഇതിന് വോൾട്ടേജ് ഡിപ്പെൻഡൻറ്റ് രജിസ്റ്റർ എന്നും കൂടി ഇത് അറിയപ്പെടുന്നുണ്ട്. അടുത്തതായിട്ട് നമ്മൾ രജിസ്റ്ററിൻ്റെ കളർ കോഡിങ്ങിനെ കുറിച്ചാണ് പഠിക്കുന്നത്.
രജിസ്റ്ററിൻ്റെ മുകളിൽ കളർ ബാൻഡുകൾ ഉണ്ടാവും. ആ കളർ ബാൻഡുകൾ നോക്കിയിട്ട് എങ്ങനെയാണ് ഒരു രജിസ്റ്ററിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക എന്നാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഒരു രജിസ്റ്ററിൻ്റെ ചിത്രം കാണാം. ഇതിൽ 4 ബാൻഡുകളുണ്ട്, കളർ ബാൻഡുകൾ. ചുവപ്പ്, കറുപ്പ്, ഓറഞ്ച്. ഇവിടെ കാണുന്നത് ഗോൾഡൻ കളറിലുള്ള ഒരു ബാൻഡാണ്. ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ നമുക്ക് ഈ കളർ വാല്യൂ അറിഞ്ഞിരിക്കണം. കളർ വാല്യൂവിൽ കറുപ്പ് കളറാണെങ്കിൽ അതിന് 0 ആണ് അതിൻ്റെ വാല്യൂ. ബ്രൗൺ ആണെങ്കിൽ 1, ചുവപ്പാണെങ്കിൽ 2, ഓറഞ്ച് ആണെങ്കിൽ 3, മഞ്ഞയാണെങ്കിൽ 4, പച്ചയ്ക്ക് 5, നീലയ്ക്ക് 6, വയലറ്റിന് 7, ഗ്രേ കളറിന് 8, വെള്ള കളറിന് 9. ഇങ്ങനെയാണ് കളർ വാല്യൂസ് വരുന്നത്. ഈ കളർ വാല്യൂസ് നോക്കിയിട്ടാണ് രജിസ്റ്ററിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുക. ഇപ്പോൾ ഇതിൽ ഈ രജിസ്റ്ററിൻ്റെ ഈ ചിത്രത്തിൽ ഒന്നാമത്തെ ബാൻഡ് ചുവപ്പ് കളറിലുള്ള ബാൻഡാണ്. ചുവപ്പിൻ്റെ വാല്യൂ 2 ആണ്. ഇവിടെ എഴുതിയിട്ടുണ്ട് ചുവപ്പ് 2. രണ്ടാമത്തെ ബാൻഡിൻ്റെ കളറ് കറുപ്പാണ്. കറുപ്പിൻ്റെ വാല്യൂ 0 ആണ്. അതുകൊണ്ട് ഇവിടെ കറുപ്പ് 0 എന്ന് എഴുതിയിട്ടുണ്ട്. മൂന്നാമത്തെ ബാൻഡിൻ്റെ നിറം ഓറഞ്ചാണ്. ഓറഞ്ചിൻ്റെ വാല്യൂ 3. നാലാമത്തെ നിറം ഗോൾഡാണ്. ഗോൾഡിൻ്റെ വാല്യൂ ±5% ആണ്. ഇനി ഇതിൻ്റെ വാല്യൂ എങ്ങനെ മൊത്തത്തിൽ കണ്ടുപിടിക്കാൻ നോക്കാം. ആദ്യത്തെ ബാൻഡിൻ്റെ വാല്യൂ 2 ആയതുകൊണ്ട് നമ്മളിവിടെ 2 എന്ന് എഴുതുന്നു. രണ്ടാമത്തെ ബാൻഡിൻ്റെ വാല്യൂ കറുപ്പായത് കാരണം അതിൻ്റെ വാല്യൂ 0 എന്നതിൻ്റെ അപ്പുറത്ത് എഴുതുന്നു. മൂന്നാമത്തെ ബാൻഡിൻ്റെ വാല്യൂ 3 ആണ്. ഇവിടെ ഓറഞ്ചിന് 3 ആണ് വാല്യൂ. അപ്പോൾ നമ്മൾ മൂന്നാമത്തെ ബാൻഡിൻ്റെ വാല്യൂ എത്രയാണോ അത്രയും 0കൾ ഇതിൻ്റെ കൂടെ ചേർക്കുകയാണ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ ഒന്നാമത്തെ ബാൻഡിൻ്റെ വാല്യൂ 2ഉം രണ്ടാമത്തെ ബാൻഡിൻ്റെ വാല്യൂ 0ഉം മൂന്നാമത്തെ ബാൻഡിൻ്റെ വാല്യൂ 3 ആയതുകൊണ്ട് 20 കഴിഞ്ഞിട്ട് 3 0കൾ ചേർക്കണു. അപ്പോൾ 20,000 ഓം എന്ന് കിട്ടണു. 20,000 ഓമിനെ നമ്മൾ 1000 കൊണ്ട് ഹരിച്ചാൽ 20 കിലോ ഓം എന്ന് കിട്ടും. നാലാമത്തെ ബാൻഡിൻ്റെ കളറ് വാല്യൂ 5% ആണ്. ആ നാലാമത്തെ ബാൻഡ് കാണിക്കുന്നത് ആ രജിസ്റ്ററിൻ്റെ ടോളറൻസ് ആണ്. അതായത് രജിസ്റ്ററിൻ്റെ വാല്യൂവിൽ നിന്ന് 5% കൂടുകയോ അല്ലെങ്കിൽ കുറയുകയോ ചെയ്യാം എന്നാണ് അതൊന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ രജിസ്റ്ററിൻ്റെ വാല്യൂ 20K ആണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ രജിസ്റ്ററുകളെ കുറിച്ച് പഠിച്ചു. രജിസ്റ്ററുകളുടെ 2 തരം രജിസ്റ്ററുകളുടെ വാല്യൂ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നൊക്കെ ഇന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി വരുന്ന വീഡിയോകളിൽ ഈ ഇലക്ട്രോണിക്സിനെ കുറിച്ച് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ പഠിക്കുന്നതാണ്.